ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആണ്ടവരുടെ നാമം മഹിഴ്ചയും ആണ്ടവർ നമുക്ക് ഇന്ന് എപ്പിസോഡ് 171 C20 அதுதான் നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. C171 171 C20 தான் നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഇത് ബൈബിൾ സ്റ്റഡിയാണ്. ഇത് നമ്മൾ എന്നെ பண்ணுவோம், നമ്മൾ എന്നെ വാസിച്ചുകൊണ്ടിരിക്കുന്നത് കൊലുസ്യർ 1:22 വാക്യം. അതായത് കൊലുസ്യർ ലേഖനം 1 അധ്യായം 22 தான் നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് இன்னைக்கு பார்க்கலாம் ஆண்டவர் நம்மளோட என்ன பண்ணுவான் என்ன சொல்லுவான் தக்கோணம் ஆண்டவர் நம்மளோட கேட்குது നമുക്ക് பார்க்கலாம். നമുക്ക് 22 വചനം പോകുന്നതിന് മുമ്പേ നമുക്ക് 2 വചനം പിന്നാടി പോയിട്ട് നമുക്ക് പഠിച്ചിട്ട് നമുക്ക് എന്നിട്ട് 22 വചനത്തിലേക്ക് നമുക്ക് കടന്നിടാം. 20 വാക്യത്തിൽ നമ്മൾ വാസിക്കുന്നു, ஆண்டவருடைய மரணத்தால் நமக்கு என்ன நமக்கு கிடைச்சாச்சு. നമ്മൾ വാസിക്കുന്നത് നമുക്ക് സമാധാനം கிடைச்சாச்சு. He made peace through his blood. അവൻ്റെ രക്തത്താൽ നമുക്ക് സമാധാനം നമുക്ക് നൽകി. ഏത് രക്തത്താൽ? അവൻ ക്രൂസിൽ ചിന്തിയ രക്തത്താൽ നമുക്ക് എന്നാ വരുത്തിയാച്ച്? നമുക്ക് സമാധാനം തന്നാച്ച്. അന്നേരം ആണ്ടവർ നമുക്ക് അവൻ്റെ രക്തത്താൽ നമുക്ക് കിട്ടിയ ഒന്നാമത്തെ കാര്യം എന്ന് ചൊല്ലിയാൽ നമുക്ക് സമാധാനം கிடைச்சாச்சு. രണ്ടാമത്തെ കാര്യം എന്താണ്? നമ്മളെ ആണ്ടവരായ യേശുക്രിസ്തു തകപ്പനായ ആണ്ടവരുമായിട്ട് നമ്മളെ എന്നെ യോജിപ്പിച്ചാച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ അകൽച്ചയിരുന്ന അതെല്ലാം മുറ്റും മാറ്റിയിട്ട് നമുക്ക് തകപ്പനായ ആണ്ടവരോട് നമുക്ക് ഒരുമിച്ച് നിൽക്കുവാൻ തക്കോണം, അല്ലെങ്കിൽ തകപ്പനായ ആണ്ടവരുടെ പക്കത്തിൽ വരുവാൻ തക്കോണം നമ്മളെ അവന് കോംപ്രമൈസ് പണി നമ്മളെ റീകൺസൈൽ ചെയ്താച്ചേ എന്ന് നമ്മളെങ്കിൽ அது எப்படி? பை ஹிம்செல்ஃப், பை ஹிம், அவனால் அவன் மூலம் மட்டும்தான் அது சாதிச்சது. അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലുമേ അത് கிடைக்காது. അതായത് ആണ്ടവരായ യേശുക്രിസ്തു മുഖാന്തരം അല്ലാതെ നമുക്ക് സമാധാനം கிடைக்காது. അതുമാത്രമല്ല തകപ്പനായ ആണ്ടവരുമായിട്ട് സംബന്ധമേ கிடைக்காது. അത് ആർക്കൊക്കെ അത് നിങ്ങൾ ഭൂമിയിലായാലും നിങ്ങൾ ആകാശത്തിലായിരുന്നാലും എங்கே ഇരുന്നാലും ഞങ്ങൾക്ക് ഇത് கிடைക്കണമെന്നുണ്ടെങ്കിൽ ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ താൻ നമുക്ക് അത് கிடைക്കും. 21 വാക്യത്തിൽ യു ദാറ്റ് വെയർ സം ഏലിയനേറ്റ്, നമ്മൾ വിസാരിച്ചാച്ച് എന്നെ വിസാരിച്ചാച്ച് നമ്മൾ പരദേശികളായിരിക്കെ, അതായത് നമ്മൾ ആണ്ടവരുടെ രാജ്യത്തിൽ ഇരുന്ന നമ്മളെ എന്നെ പറ്റിയാച്ച് നമ്മൾ പരദേശിയായി വേറെ പോയി പാർക്കുക. അതായത് നമ്മൾ അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മൾ എന്നെ ചൊല്ലാൻ പറ്റും? ഞാനിപ്പോൾ ഇന്ത്യക്കാരന്, ഞാനിപ്പം അമേരിക്കയിലോ അല്ലെങ്കിൽ UK എവിടെയെങ്കിലും പോയി ഞാൻ വാസം பண்ணுവാന്നുണ്ടെങ്കിൽ ഞാൻ അവിടുത്തെ പരദേശിയാണ്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ നാടെങ്കെ, എൻ്റെ ഊരെങ്കെ, എൻ്റെ ഊര് ഇന്ത്യ താൻ. ഇന്ത്യയിൽ നിന്നും ഞാൻ അങ്ങേ പോയി. അതേപോലെ എൻ്റെ ഊരെങ്കെ ആണ്ടവരുടെ സ്വർഗം താൻ നമ്മുടെ ഊര്. ആ ഊരിൽ നിന്നും നമുക്ക് എന്നാ പറ്റിയാച്ചേ? നമ്മൾ അവൻ്റെ അടുത്ത് പാപം പണിയ മൂലം നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മളിപ്പം ഈ ലോകത്തിലേക്ക് അയച്ച്, ഈ ലോകം ആരുടെ? നമ്മൾ പിശാചിൻ്റെ ലോകത്തിലാണ്. അതായത് നമ്മൾ വി ആർ ഏലിയനേറ്റ്. നമ്മൾ ആണ്ടവരുടെ ഊരിൽ നിന്നും പിശാചിൻ്റെ ഊരിലേക്ക് നമ്മൾ വാസം പണിയിരിക്കെ അത് നമ്മൾ വാസിക്കുന്ന ആൻഡ് എനിമീസ് ഇൻ യുവർ മൈൻഡ് ബൈ വിക്കഡ് വർക്ക്. നമ്മുടെ ദുഷ്ഫലമായ ദുഷ്കർമ്മം മൂലം, അല്ലെങ്കിൽ നമ്മൾ പാപം മൂലം നമ്മൾ എന്നാ പണിയാച്ചേ? തകപ്പനായ ആണ്ടവരുമായിട്ട് ശത്രുത്വം നമ്മൾ പുലർത്തിയാച്ചേ. നമ്മൾ എന്നാ നമ്മൾ വിസാരിക്കണം. നമ്മൾ പാപം മൂലം, അതായത് നമ്മൾ വാസിക്കുകയെന്നുണ്ടെങ്കിൽ ആദാം ഹവ്വായെ പറ്റി നമ്മൾ വിസാരിച്ചാച്ചേ. അവൻ പാപം ചെയ്തത് മൂലം എന്നാ പറ്റിയാച്ചേ?
ദൈവത്തിൻ്റെ തോട്ടത്തിൽ നിന്നും ആ തകപ്പനായ ആണ്ടവരുടെ തോട്ടം അവന് കൊടുത്ത ആ തോട്ടത്തിൽ നിന്നും അവനെ വെളിയിൽ ഇറക്കിയാച്ച്. എന്നാലും അവനിപ്പം എന്താ ദൈവത്തിൻ്റെ തോട്ടത്തിൽ, ദൈവത്തിൻ്റെ തോട്ടം എന്ന് പറഞ്ഞാൽ സ്വർഗം, ആ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് അല്ലെങ്കിൽ ഈ ലോകത്തിലേക്ക് അവൻ നമ്മളെ അണുപ്പിയാച്ച്. നമ്മൾ അണുപ്പിയിട്ട് നമ്മൾ എന്നാ പറ്റുക, നമ്മൾ എന്നാ ചെയ്യുക, അതിൻ്റെ കാരണം നമ്മുടെ വിക്കറ്റ് മൈൻഡ്, നമ്മുടെ വിചാരങ്ങളെല്ലാം പാപത്താൽ ഉള്ള ചിന്തകൾ താൻ. അതുകൊണ്ട് താൻ നമ്മൾ ആണ്ടവരുമായിട്ട് നമ്മുടെ മനസ്സിലെ പാപം മൂലം നമ്മൾ എന്നായി ശത്രുക്കളായി തീർന്നാച്ച്. അത് മാത്രമല്ല, ഇപ്പോൾ ആണ്ടവരായ യേശുക്രിസ്തു ക്രൂസിൽ മരിച്ച് നമുക്ക് വേണ്ടി രക്തം ചിന്തിയത് മൂലം നമ്മൾ വാസിച്ചാച്ച് രക്തം ചിന്തിയത് മൂലം നമുക്ക് എന്നാ പറ്റി, ഇപ്പോൾ ആ പഴയ ബന്ധം നമുക്ക് പിന്നെയും കൂട്ടിക്കൊണ്ടുവന്നാച്ച്. അതായത് നമ്മൾ വേറെ ഊരിൽ നിന്നും നമ്മളെ തിരുമ്മിക്കൊണ്ടുവന്ന് അവൻ്റെ രാജ്യത്തിലാക്കി അവൻ്റെ ഊരിൽ നമ്മൾ വെച്ചിരിക്കും. നമ്മളിപ്പോൾ നമ്മൾ ആണ്ടവരെ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ എന്നാ പറ്റുക, നമ്മുടെ ഈ ഊര്, അതായത് പിശാചിൻ്റെ ഊരിൽ നിന്നും നമ്മൾ എங்கே പോവുക, ദൈവത്തിൻ്റെ ഊർ, ദൈവത്തിൻ്റെ രാജ്യത്തിൽ നമ്മൾ പോവുകയാണ്. എന്നിട്ട് നമ്മൾ ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയി വെക്കുവാണ്. നമ്മൾ അന്നേരം അത് എന്തുകൊണ്ട് പറ്റി, അത് ആണ്ടവർ നമ്മളോട് റീകൺസൈൽ അല്ലെങ്കിൽ നമ്മളോട് യോജിപ്പിച്ചു. അത് ആര് മൂലം യോജിപ്പിച്ചു? ആണ്ടവരായ യേശുക്രിസ്തു മൂലം. ആരുമായിട്ട് യോജിപ്പിച്ചു? തകപ്പനായ ആണ്ടവരോട് നമുക്ക് യോജിപ്പിച്ചു. ഇപ്പോൾ നമ്മളെ യോജിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് 22-ാം വാക്യത്തിൽ നമ്മൾ എന്നാ വാസിക്കുന്നത്, in the body of his flesh through death, അവൻ്റെ ശരീരം മരണത്താൽ അവൻ്റെ ശരീരം മൂലം നമുക്ക് എന്നാ അവൻ മരിച്ചത് മൂലം നമ്മളെ എന്നാ പണിയാച്ച്, ആണ്ടവരായ യേശുക്രിസ്തു നമ്മളെ തകപ്പനായ ആണ്ടവരുടെ മുമ്പിൽ നമ്മളെ പരിശുദ്ധരാക്കി നിർത്തിയാച്ച്. നമുക്ക് 3 കാര്യങ്ങൾ അങ്ങ് വാസിക്കാൻ നമുക്ക് പഠിക്കാൻ പറ്റും. ഒന്ന്, നമ്മളെ എന്നാ പറ്റി, നമ്മളെ പരിശുദ്ധരാക്കി, അതായത് പാപമില്ലാത്തവരാക്കി മാറ്റി. അതായത് നമ്മൾ പാപികളായിരുന്നു, നമ്മൾ പാപത്തിൽ കടന്നവരായിരുന്നു, നമ്മൾ അല്ലെങ്കിൽ ഇപ്പോഴേ നമ്മൾ ചെളിയിൽ കടന്നവരായിരുന്നു. നമ്മൾ അതിൽ പാപത്തിൻ്റെ കൂപത്തിൽ നമ്മൾ കിടന്നവരായിരുന്നു. നമ്മളെ അവിടെ നിന്നും അവൻ എന്നാ പറ്റിയാച്ചാൽ അവൻ എന്നാ ചെയ്താച്ച്, അവൻ നമ്മളെ പരിശുദ്ധരാക്കിയാച്ച്. ഇപ്പം നമ്മൾ ആരുതാൻ, നമ്മൾ പരിശുദ്ധ. കാരണം ആണ്ടവരുടെ ഊരിൽ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്നായിരിക്കണം, നമ്മൾ പരിശുദ്ധരായിരിക്കണം. കാരണം എന്തുകൊണ്ട് പരിശുദ്ധരായിരിക്കണം? ആണ്ടവർ പരിശുദ്ധർ. തകപ്പനായ ആണ്ടവർ പരിശുദ്ധ ദൈവം താൻ. അവൻ പരിശുദ്ധ ദൈവം ആണ്ടവർ ആയത് മൂലം നമുക്ക് അവൻ്റെ പക്കത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ പരിശുദ്ധരായെങ്കിൽ മറ്റും താൻ നമുക്ക് അവൻ്റെ പക്കത്തിൽ പോകാൻ പറ്റുള്ളൂ. അന്നേരം ആണ്ടവരായ യേശുക്രിസ്തു ചെയ്ത നമുക്ക് വൻ കാര്യമെന്ന് ചൊല്ലിയാൽ നമ്മളെ പവിത്രരാക്കി, നമ്മളെ പാപമില്ലാത്തവരാക്കി. ഹി മേഡ് അസ് ഹോളി. രണ്ടാമത്തെ അൺബ്ലെയിമബിൾ, അതായത് കുറ്റമില്ലാത്തവർ. നമുക്ക് അതായത് നമ്മുടെ കുറ്റങ്ങൾ എല്ലാമേ ആണ്ടവരായ യേശുക്രിസ്തു ആ ക്രൂശിൽ മരിച്ചത് മൂലം എല്ലാമേ മാറ്റിയാച്ച്. അല്ലെങ്കിൽ നമ്മൾ വചനത്തിൽ പഠിക്കുക, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴുമേ കുറ്റം പണിക്കൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ തപ്പുകൾ നമ്മൾ പണിക്കൊണ്ടേയിരിക്കും. നമ്മൾ തപ്പുതാൻ നമ്മുടെ മനസ്സ് മുഴുവൻ തപ്പുതാൻ നമ്മൾ ചെയ്ത് നമ്മളെ ആണ്ടവരായ യേശുക്രിസ്തു എന്നാ പണിയാച്ച്, നമ്മളെ തപ്പില്ലാത്തവരാക്കി മാറ്റിയാച്ച്. ഒന്ന്, നമ്മളെ പരിശുദ്ധരാക്കി മാറ്റിയാച്ച്, അതായത് നമുക്ക് പാപം ഇല്ലാത്തവരാക്കി. അതുമാത്രമല്ല, നമ്മുടെ മനസ്സ് പാപം കൊണ്ട് കുറ്റം കൊണ്ട് നിറഞ്ഞത്, ആ കുറ്റമില്ലാത്തവരായി നമ്മളെ മാറ്റിയാച്ച്. അതുമാത്രമല്ല, അൺറിപ്രോവബിൾ, അല്ലെങ്കിൽ നമ്മളെ എപ്പോഴും നമ്മൾ വാസിക്കുന്നത് ഒരു വിശുദ്ധ
അതുമാത്രമല്ല നമ്മളെ നിഷ്കളങ്കരാക്കിയാച്ച്, അതായത് നമ്മൾ ഒരു കുറവുമില്ലാത്തവരാക്കി മാറ്റിയാച്ച്. നമുക്ക് ഒരു കുറവ്, അതായത് നമ്മുടെ ജീവിതത്തിൽ ഉള്ള കുറവുകളെല്ലാം അവൻ നീക്കിയാച്ച്, അത് മാറ്റിയാച്ച്, അത് എല്ലാമേ നമ്മളിൽ നിന്നും മാറ്റിയാച്ച്. നമ്മൾ കുറ്റമില്ലാത്തവരായി തീർന്നാച്ചേ നമ്മളെ എന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ എന്നെ വാസിക്കുന്നത് നമ്മളെ നിഷ്കളങ്കരാക്കിയാച്ച്, അതായത് ഒരു കളങ്കവും ഇല്ലാത്തവരായ നമ്മൾ ഒരു പ്രാവിനെ പോലെ, അല്ലെങ്കിൽ പ്രാക്കൾ എപ്പടി ഇരിക്കുക, അത് കുറ്റമില്ലാത്ത, അല്ലെങ്കിൽ ചീത്തയായ സ്ഥലത്തിൽ അത് വാസം பண்ணாது அவன், അല്ലെങ്കിൽ அங்கே அழுக்கில் அது வாசம் பண்ணாது. அது எப்பொழுதுமே பரிசுத்தி நிறைஞ்ச இடத்து தான் அவன் அது வாசம் பண்ணும். അതേ പോലെ നമ്മൾ പാപമില്ലാത്തവരായി, നമ്മൾ കുറ്റമില്ലാത്തവരായി, നമുക്ക് നിഷ്കളങ്കത നമുക്ക് വരുത്തി അവൻ നമ്മളെ എന്നാ ചെയ്യാച്ചേ, ആരുടെ മുമ്പിൽ നിർത്തിയാച്ചേ, താപ്പനായ ആണ്ടവരുടെ പക്കത്തിൽ നിർത്തിയാച്ച് നമുക്ക് കിട്ടിയ ഭാഗ്യം നമ്മൾ വാസിക്കുക. നമ്മൾ എത്ര കാര്യങ്ങൾ നമ്മൾ വാസിച്ചാച്ചേ നമ്മൾ പാക്കും. അതായത് ആണ്ടവരായ യേശു ക്രിസ്തു ക്രൂസിൽ മരിച്ചത് കൊണ്ട് നമുക്ക് കിട്ടിയ ലാഭങ്ങൾ നമുക്ക് പാക്കാൻ മുടിയും. നമ്മൾ 19-ാം വാക്യത്തിൽ നമ്മൾ എന്നാ വാക്യ, യേശു ഓൾ ഫുൾ, അവനിൽ നിറവ് തികഞ്ഞതുപോലെ നമ്മളെ നിറവുള്ളാക്കി തീർത്ത, അതായത് നമ്മൾ അവനെപ്പോലെ ആക്കിയെന്ന് ചൊല്ലുമ്പോൾ അവനിലുള്ള നിറവ്, അതായത് അവനിൽ താൻ എല്ലാമേ ഉണ്ടായത്, അത് നമ്മൾ ആണ്ടവരെ പോലെ ആക്കിയപ്പോൾ നമുക്കും നിറവ് വന്നാച്ച്. അതിൻ്റെ മുമ്പ് അവൻ ആദിജാതനായ ആദിജാതനായ ആണ്ടവർ നമ്മളോട് കാട്ടിയ നേസം എത്ര പെരിയതെന്ന് നമ്മൾ വിസാരിച്ച് പാക്കോ. അവൻ നേസം മൂലം താൻ നമ്മളെ എന്നാ പണിയാച്ചേ, നമുക്ക് നേസം മൂലം നമ്മൾ താപ്പനായ ആണ്ടവരോട് ശത്രുത്വമായിരുന്ന നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ ഊറ് വിട്ട് നമ്മൾ വേറെ ഊരിൽ നമ്മൾ വസിക്കുക, അല്ലെങ്കിൽ പിശാചിൻ്റെ കയ്യിൽ നമ്മൾ അകപ്പെട്ടിരിക്കുക. അവൻ എന്നാ പണുവാൻ, അവൻ നമ്മളെ കൊണ്ട് തപ്പു താൻ പണിക്കും, അവൻ നമ്മളെ പാപം താൻ പണിക്കും, അവൻ നമ്മളെ എന്നെ ചെയ്യും. അവൻ ദൈവത്തോട് ആണ്ടവരോട് അടുക്കാതിരിക്കാൻ തക്കോണം അവൻ നമ്മുടെ മനസ്സിനെ അവൻ എന്നാ പണിയിരിക്കുക, അവൻ അത് മാറ്റി വെച്ചാച്ച്. എന്നാൽ തഹപ്പനായ നമ്മുടെ ആണ്ടവരായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ച് അവൻ ആ ക്രൂശിൽ നമുക്ക് വേണ്ടി രക്തം ചിന്തിയത് മൂലം അവൻ്റെ രക്തത്താൽ നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ട്, ഇപ്പോൾ നമ്മൾ എപ്പടി നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ടത്, ആണ്ടവരായ യേശു ക്രിസ്തുവിൻ്റെ രക്തം മൂലം അവൻ നമ്മളെ വാങ്ങിയാച്ച്, വിലയ്ക്ക് വാങ്ങിയാച്ച്, ശത്രുവിൻ്റെ കയ്യിൽ നിന്നും, അല്ലെങ്കിൽ നമ്മൾ വാസിക്കാം, നമ്മൾ പിശാചിൻ്റെ അടിമയായിരുന്ന നമ്മൾ ആണ്ടവരായ യേശു ക്രിസ്തു അവൻ്റെ രക്തം മൂലം നമ്മളെ വാങ്ങി, അവൻ നമ്മളെ എന്നാ പണിയാച്ചേ, നമ്മളെ വിശുദ്ധരാക്കിയാച്ച്, നിഷ്കളങ്കരാക്കിയാച്ച്, നമുക്ക് കുറ്റമില്ലാത്തവരാക്കിയാച്ച്. അതുമാത്രമല്ല തഹപ്പനായ ആണ്ടവരോട് നമുക്ക് കൂട്ടായ്മ നമുക്ക് നൽകിയാച്ച്. ആ ശത്രുത്വം ഉണ്ടായിരുന്ന ആ തഹപ്പനാരോട് നമുക്ക് സ്നേഹം കൊണ്ടുവച്ച് നമ്മൾ തഹപ്പനാരുടെ പക്കത്തിൽ പോയി അബ്ബാ പിതാവേ എന്ന് ചൊല്ലുവാൻ തക്കവണ്ണം യേശു ക്രിസ്തു എന്നാ പണിയാച്ചേ, നമ്മളെ കൂട്ടിച്ചേർത്താച്ച്. ആ സ്നേഹത്തെപ്പറ്റി, ആ നേസത്തെപ്പറ്റി നമ്മളൊന്ന് വിസാരിച്ച് അവൻ ചെയ്തിരിക്കുന്ന ആ വൻ കാര്യത്തെപ്പറ്റി നമുക്ക് ചിന്തിച്ചാച്ചേ. അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് എന്നാ കിടക്കും, അവൻ്റെ നേസം എത്ര പെരിയത്. നമുക്ക് ഇനിയും അതിൻ്റെ സമയം മുടിഞ്ഞാച്ചേ, നമുക്ക് പിന്നെയും ആണ്ടവർ നമുക്ക് സമയം തരുവാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും വിസാരിക്കാം. കൊലുസ് ലേഖനത്തിൽ നമ്മൾ രമ്പ കാര്യങ്ങൾ നമ്മൾ വിസാരിച്ചാച്ചേ, അതെല്ലാം നമ്മളെ പരിശുദ്ധരാക്കി ആണ്ടവരുടെ പക്കൽ നിർത്താൻ വേണ്ടി താൻ ആണ്ടവരുടെ നാമം പാടെ. ആമേൻ.